ഹായ് ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ധീരൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ദേവദത്ത് ഷാജി എന്ന് പറയുന്ന ആളാണ്. ആൾ നമ്മുടെ ഭീഷ്മപർവത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. ഈ സിനിമ എങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു എബോവ് ആവറേജ് ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തീരെ എന്ന് പറഞ്ഞാൽ മോശം എന്ന് നമുക്ക് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റില്ല. അത്യാവശ്യം ചില സീനുകൾ നല്ലപോലെ വർക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില മൊമെൻറ്റ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്ററിൽ. എന്നാൽ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ചില സീനുകൾക്ക് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മച്ചവനെ അടിപൊളി, നമുക്കൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്ക് സിനിമ കൊണ്ട് ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ല, ഓക്കെ, ഒരു ടൈം പാസ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കാസ്റ്റിനെ പേര് പറയുവാണെങ്കിൽ ഇതിൽ 90s എല്ലാ പുലികളും ഈ സിനിമയിലുണ്ട്. ഫോർ എക്സാമ്പിൾ ജഗദീഷ് ചേട്ടനുണ്ട്, അശോകൻ, മനോജ് കെ ജയൻ, സുധീഷ്, അങ്ങനത്തെ കുറേ പേരുണ്ട്. 90s സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ആരാധിച്ചിട്ടുള്ള കുറേ അധികം ആൾക്കാർ അവരൊന്നിച്ച് സ്ക്രീനിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാസ്റ്റിൽ രാജേഷ് മാധവനാണ് ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആൾ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ആൾക്ക് കിട്ടിയ ക്യാരക്ടറുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് പിന്നെ പറയണ്ട, ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സിനിമകളിൽ ആൾ ഭയങ്കര ട്രാക്ക് മാറ്റിയതിന് ശേഷം വരുന്ന ഓരോ ക്യാരക്ടറും അടിപൊളിയാണ്. ആളുടെ ഭയങ്കര നൈസായിട്ട് ഈ പടത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ അടിപൊളിയായിരുന്നു. മൂപ്പരുടെ ചില ഡയലോഗുകളൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന മുജീബ് മജീദാണ്. നമ്മുടെ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത അതേ സെയിം ആൾ തന്നെയാണ്. DOP ആയിട്ട് വന്നിരിക്കുന്ന ഹരികൃഷ്ണൻ ലോഹിതദാസ്, കറക്റ്റ് ഹരികൃഷ്ണൻ ലോഹിതദാസ് എന്നാണ് എൻ്റെ പേര്. അത്യാവശ്യം മോശമില്ലായിരുന്നു, നല്ലതായിരുന്നു. കാരണം ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു വർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഈ സിനിമയിൽ പറയാനുള്ളത് ഒരു കഥയുടെ ഒരു പേസിങ് എനിക്ക് കുറച്ച് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എനിക്ക് പല സ്ഥലങ്ങളിൽ ലാഗ് ഫീൽ ചെയ്തു. എനിക്ക് സിനിമ അങ്ങ് മൂവ് ചെയ്യുന്നില്ല. ഒരേ സ്ഥലത്ത് തന്നെ കിടന്ന് പിന്നെയും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി ഒരു മൂവ്മെൻ്റ് ഇല്ല. സിനിമ കുറച്ച് ലാഗ് ആവുന്ന പോലെ എനിക്ക് പല സമയത്ത് ഫീൽ ചെയ്തു. ഇൻക്ലൂഡിങ് പല സമയത്തും എനിക്ക് ലാഗായി പോകുന്ന സിനിമേനെ താങ്ങി നിർത്തുന്നത് BGM ആണെന്ന് വരെ തോന്നിപ്പോയി. കാരണം BGM ചില സീനിൽ അടിപൊളിയായിട്ട് നല്ലപോലെ നല്ലൊരു പമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിൽ ലാഗ് അറിഞ്ഞില്ല. ബട്ട് സ്റ്റിൽ ചില സ്ഥലങ്ങളിൽ എനിക്ക് ലാഗ് ഫീൽ ചെയ്തു. പിന്നെ പറയുവാണെങ്കിൽ പിന്നെ ഒരു കഥയ്ക്കൊരു അത്ര നമ്മുടെ തിയേറ്ററിൽ ഹുക്ക് ചെയ്തിരുത്തുന്ന ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കഥയൊന്നുമല്ല. ഭയങ്കര പ്ലെയിൻ ആയി പോയ പോലെ ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ കഥയൊരു ഓക്കെ, ഇവൻസ് കൊണ്ട് ഇങ്ങനെ ഇവൻസ് ഇട്ട് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. മേ ബി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇൻഫാക്ട് ഇതൊരു മോശം സിനിമയൊന്നുമല്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒന്നുകൂടെ നല്ലതായിരുന്നു തോന്നി. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതിന് തമിഴ് ക്യാരക്ടർ ചെയ്തേക്കുന്ന ശരവണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു കക്ഷിയുണ്ട്. ആളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇയാളെ പറ്റി, ഈ ശരവണൻ എന്നുള്ള ക്യാരക്ടറിനെ പറ്റി ആദ്യം നമുക്കൊരു ബിൽഡപ്പ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ഒരു കിടിലൻ ക്യാരക്ടർ വരുന്നുണ്ട്. പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പുള്ളിയുടെ മുഖത്ത് എനിക്ക് ആ ഒരു ഒറ്റ എക്സ്പ്രഷനേ കിട്ടിയിട്ടുള്ളൂ. പുള്ളിക്ക് തീരെ വയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു അത്. ആൾക്കാരുടെ അഭിനയം എനിക്ക് തീരെ ആ പറഞ്ഞ പഞ്ച് ആ ക്യാരക്ടർ പെർഫോം ചെയ്തതിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ. അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ലുക്സിൽ ഓക്കെയാണ്, ആ ക്യാരക്ടർ ലുക്സിലുണ്ട്. പക്ഷെ അങ്ങ് വരുന്നില്ല. ശരവണൻ എന്ന് പറയുന്ന പുള്ളീനെ പറ്റി വിനീത് പറയുന്ന ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ വരുമ്പോൾ ആ പെർഫോമൻസിൽ ആ പഞ്ച് വന്നില്ല. പല സ്ഥലങ്ങളിലും പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പവറിൽ നിൽക്കുമ്പോൾ ആളുടെ മുഖത്തൊരു മാതിരി കരയാൻ പോകുന്ന ഒരാളുടെ പോലത്തെ ഒരു ഫേസും ഒരു എക്സ്പ്രഷനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അതെനിക്കെന്തോ തീരെ വർക്കായില്ല. കാര്യം ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രോ ഉണ്ട്, ആ ഒരു പഞ്ചുണ്ട്. പക്ഷെ ആ പെർഫോമൻസിൽ ആ പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു പ്രശ്നം തോന്നി. പിന്നെ
എങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി ബട്ട് നോട്ട് അപ് ടു ദ ലെവൽ എന്ന് പറയുന്ന ഒരു ഫീലാണ്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. കാരണം ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ ഹൗസ് നമുക്കിതിന് മുന്നേ കിട്ടിയിട്ടുള്ളത് ജാനിമനും നമ്മുടെ ജയ് ജയ് ജയഹയും ഒക്കെയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ അങ്ങ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു പൊടിക്ക് ഡൗൺ ആയതുപോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതാളുടെ ഫസ്റ്റ് സിനിമയാണ്, ഡെബ്യൂ ഫിലിമാണ്. ഡെബ്യൂ ഫിലിം ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആൾ അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ, ഒരു പടി കൂടെ നന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊരു ഫീലുണ്ട്. അപ്പം ഇതെൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു. ഇനി അടുത്തൊരു സിനിമയുടെ വീഡിയോ കാണുമ്പോൾ